മലബാറിൽ നിന്ന് സിനോജ് തോമസ് ചേരുന്നുണ്ട്. സിനോജ്, ഗുഡ് മോർണിംഗ്. റോഷ്നി, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം കോഴിക്കോട്? കോഴിക്കോട് നല്ല വിശേഷം. രാത്രി ചെറിയൊരു മഴ പെയ്തിരുന്നു, അതിനൊപ്പം നല്ല ചൂടും ഉണ്ടായിരുന്നു. രണ്ടും ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വാർത്തകളിലേക്ക് വരാം. ഈ കോഴിക്കോട് കൊടുവള്ളിയില് വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സിന് നേരെ ഇന്നലെ ഉണ്ടായ ഒരു ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം, അതിൽ 4ാം പ്രതിക്കായി അന്വേഷണം ഊർജിതമാണല്ലേ. അപ്പൊ തിരുവനന്തപുരം സ്വദേശി അമലാണ് ഇനി പിടിയിലാകാനുള്ളത്. ബാക്കി എല്ലാവരും പിടിയിലായി. റോഷ്നി, കാറിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. എല്ലാം ഗുണ്ടകളാണ്. ഈ 4 ഗുണ്ടകൾ ചേർന്ന് എവിടേക്ക് പോയി എന്നാണ് പോലീസിന് ഇനി കണ്ടെത്തേണ്ടത്. കാരണം ആട് ഷമീർ ഉൾപ്പെടെയുള്ള 2 പേർ കാസർഗോഡ് സ്വദേശികളും മറ്റ് ഈ അമൽ ഉൾപ്പെടെയുള്ള മറ്റ് 2 പേർ തിരുവനന്തപുരം സ്വദേശികളാണ്. ഈ 4 പേർ ചേർന്ന് ഈ സ്വിഫ്റ്റ് കാറിൽ എവിടേക്ക് പോവുകയായിരുന്നു എന്നുകൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം കാറിനകത്ത് സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു, ഇരുമ്പ് വടികളുണ്ടായിരുന്നു. ഈ ആയുധങ്ങളൊക്കെ തന്നെ എടുത്ത് ഇവർ എവിടേക്ക് പോവുകയായിരുന്നു എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഈ കാറിനകത്ത് ഇരുന്നു കൊണ്ട് ടൂറിസ്റ്റ് ബസ്സിന് നേരെ ഈ പടക്കങ്ങൾ എറിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ കൊടുവള്ളി പോലീസ് ഇവരെ പിടികൂടാൻ വേണ്ടി പിന്നാലെ ചേസ് ചെയ്ത് പോയ സമയത്തും പോലീസ് വാഹനത്തിന് നേരെ ഇവർ കാറിൽ നിന്ന് പടക്കങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇത് ആരെ ലക്ഷ്യം വെച്ച് പോയതാണ്, ഏതെങ്കിലും കൊട്ടേഷൻ എടുത്ത് പോയതാണോ, ആരെങ്കിലും ആക്രമിക്കാൻ പോയതാണോ എന്ന് പോലീസിന് സംശയം കൂടിയുണ്ട്. കാരണം അവർ പോകുന്ന വഴിക്ക് പ്രതീക്ഷിക്കാതെ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു. അതാണ് സംഘർഷത്തിലേക്ക് പോവുകയും ബസ് തല്ലി തകർക്കുകയും ബസ് ജീവനക്കാരെ ആക്രമിക്കുന്നതിലേക്കും കാര്യങ്ങൾ പോവുകയും ചെയ്തത്. അതുകൊണ്ട് ഇവരുടെ ലക്ഷ്യം കൂടി, യാത്രാ ലക്ഷ്യം കൂടി എന്താണെന്ന് കൊടുവള്ളി പോലീസ് അന്വേഷിക്കുകയും ചെയ്യും. ഓക്കെ, മറ്റൊരു കേസിൽ കൂടി പ്രതികൾക്കായുള്ള അന്വേഷണം നടക്കുകയാണല്ലോ. ഈ കോഴിക്കോട് പാലക്കോട്ട് വയൽ സൂരജ് കൊലക്കേസിൽ പിടിയിലാകാനുള്ള പ്രതികൾക്കായും അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടല്ലേ പോലീസ്? റോഷനി, ഈ കേസിൽ ആകെ 18 പ്രതികളാണുള്ളത്. അതിൽ 10 പ്രതികളെ പോലീസ് ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ 17 വയസ്സുള്ള ഒരു മൈനർ കൂടിയുണ്ട്, പ്രായപൂർത്തിയാകാത്ത ഒരാൾ കൂടിയുണ്ട്. അതായത് ഈ പ്രതികളെന്ന് പറയുന്നത് എല്ലാവരും ബന്ധുക്കളും അല്ലെങ്കിൽ സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഒരുമിച്ച് പഠിക്കുന്നവരുമാണ്. ചാത്തമംഗലം കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അതിൽ മനോജ് എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഇന്നലെ അറസ്റ്റിലായവരിലുണ്ട്. മനോജിൻ്റെ മകനുമായിട്ടാണ് അവിടെ 1ാം വർഷ വിദ്യാർത്ഥി അശ്വന്തിന് പ്രശ്നങ്ങളുണ്ടായിരുന്നത്. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രോത്സവത്തിൽ തർക്കം നടക്കുന്നത്. ആ വിഷയത്തിൽ ഇടപെടാനാണ് അശ്വന്തിന്റെ ബന്ധു കൂടിയായ സൂരജ്, 21 വയസ്സേ ഉള്ളൂ കൊല്ലപ്പെട്ട സൂരജ് വരുന്നതും. സൂരജിനെ ഒരു ആൾക്കൂട്ട ആക്രമണം എന്ന് പറയാം, 18 പേർ ചേർന്ന് മർദ്ദിക്കുന്നു. അങ്ങനെ സൂരജ് കൊല്ലപ്പെടുന്നു. ഈ ചവിട്ടേറ്റാണ്, ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നാണ് പോലീസ് പറയുകയും ചെയ്തിരിക്കുന്നത്. അതായത് ആ പ്രദേശവാസികൾ തന്നെയാണ്, സൂരജിനൊക്കെ തന്നെ അറിയാൻ കഴിയുന്ന പ്രതികളാണുള്ളത്. ഇന്നലെ രാത്രി പുലർച്ചയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. അതിനുശേഷം ഈ 8 പ്രതികൾ ഒളിവിൽ പോയിട്ടുണ്ട്. പോലീസ്, മെഡിക്കൽ കോളേജ് പോലീസ് അവർക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. ഏതായാലും 10 പേരെ ഇന്നലെ തന്നെ പോലീസിന് പിടികൂടാൻ സാധിച്ചിരുന്നു. റോഷ്നി, ഓക്കെ, മറ്റൊരു വാർത്ത ഏറെ ദുഃഖകരമായൊരു വാർത്ത തന്നെയാണ്. അത് പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്വർണ്ണഗദ്ദ ഉന്നതിയിലെ കാളിയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. ഇന്നലെയാണ് വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയ കാളിയെ കാട്ടാന ആക്രമിച്ചത് അല്ലേ? അതെ റോഷ്നി, കാട്ടാന ആക്രമണം കൂടിയിട്ടുണ്ട്. ഇത് വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയ ആളാണ്. അതായത് ഈ ഫോറസ്റ്റിൻ്റെ ഫയർ വാച്ചറായിട്ട് തന്നെ ജോലി ചെയ്തിരുന്ന ഒരാൾ കൂടിയാണ് കാളി. അതുകൊണ്ട് വനത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളാണെന്ന് വനം വകുപ്പ് പറയുന്നുണ്ട്. ഏതായാലും സർക്കാരിൻ്റെ അടിയന്തര ധനസഹായം ഇന്ന് കാളിയുടെ കുടുംബത്തിന് കൈമാറുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. ആനയുടെ ചവിട്ടേറ്റാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണഗത ഉന്നതി മേഖലയിൽ വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ മേഖലയിൽ കാട്ടാനകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇനി വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വനംവകുപ്പിന്റെ നിരീക്ഷണം ഈ മേഖലയിൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. റോഷ്നി, ഈ അട്ടപ്പാടിയിൽ മാത്രമല്ല, അപ്പൊ വയനാട് മേപ്പാടിയിലെ കാട്ടാന ദൗത്യം 4ാം ദിനവും തുടരുകയാണ്. അപ്പൊ കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് ചെമ്പ്ര എസ്റ്റേറ്റ് മേഖലയിൽ നിരീക്ഷണം തുടരുന്നത്. അപ്പൊ ഇന്നും അതിന്റെ ഒരു നിരീക്ഷണമൊക്കെ ശക്തമായി തന്നെ നടക്കുമല്ലേ? റോഷ്നി, ഈ അറുമുഖനെ കൊലപ്പെടുത്തിയ ദിവസം ഞാൻ വയനാട്ടിലുണ്ടായിരുന്നു. ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെങ്കുത്തായ മലനിരകളാണ്. അവിടെ കുങ്കിയാനകളെ കൊണ്ടുപോയി ഈ ആനകളെ നേരിടുന്നതിനും പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ ഒപ്പം തന്നെ വിക്രം എന്ന് പറയുന്ന 2 കുങ്കിയാനകൾ മുത്തങ്ങ ആനപ്പന്തിൽ നിന്ന് ആ മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രശ്നം, രാത്രി കാലങ്ങളിലാണ് കാട്ടാനകൾ, ഒരു കാട്ടാനയല്ല 1ലേറെ കാട്ടാനകൾ അവിടെ വനത്തിൽ നിന്ന് ഈ ചെമ്പ്ര എസ്റ്റേറ്റ് മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അറുമുഖനെ കൊലപ്പെടുത്തിയതിൻ്റെ പിറ്റേന്ന് രാത്രിയും അതേ സ്ഥലത്ത് ഈ കാട്ടാനക്കൂട്ടം വന്നിരുന്നു. അന്ന് പടക്കം പൊട്ടിച്ചൊക്കെ തന്നെയാണ് ഈ കാട്ടാനകളെ കാട്ടിലേക്ക് തുരുത്തുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ അറുമുഖനെ കൊലപ്പെടുത്തിയ കാട്ടാന ഏതാണെന്ന് വനംവകുപ്പിന് ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല. കാരണം ഈ കാട്ടാനകൾ കൂട്ടമായി തന്നെ നടന്നു പോകുന്നത് കൊണ്ട് അതിലേത് ആനയാണ് കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും
അറുമുഖനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരുത്താൻ സാധിച്ചില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നൽകിയിരുന്നു. പക്ഷേ ഈ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ആനയെ തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ടും പകൽ ഈ ആനയെ ജനവാസ മേഖലയിൽ കാണാത്തത് കൊണ്ടും പിടികൂടാനും ഇതുവരെ സാധിച്ചിട്ടില്ല. റോഷിനി.